കോതമംഗലത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ഒരുക്കി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കനാലുകളിലും മറ്റും ഒഴുക്കിൽപ്പെട്ട് നിരവധി അപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പ്രത്യേക സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നാട്ടുകാരുടെ വലിയ പിന്തുണയും ക്യാമ്പിനുണ്ട്. പുഴകളും ജലാശയങ്ങളും നിറഞ്ഞ നാടായ കോതമംഗലത്ത് കുട്ടികൾക്ക് നീന്തൽ പഠനമൊരുക്കിയ ഡിവൈഎഫ്ഐയുടെ മാതൃകാപരമായ പദ്ധതി വൻ വിജയം. മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോതമംഗലത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്കൂൾ കുട്ടികൾ നീന്തൽ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴകളും തോടുകളും ധാരാളമുള്ള കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും നിരവധി മുങ്ങിമരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പരിശീലനം അത്യാവശ്യമാണെന്നും ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എൽദോസ് പോൾ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷക്കാലം കോവിഡ് കാലത്ത് ഒഴികെ ബാക്കി എല്ലാ വർഷക്കാലവും ഇത്തരത്തിൽ അവധിക്കാലത്ത് ഈ നീന്തൽ പരിശീലനം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ അടക്കം സഹാക്കളാണ് ഇന്നിവിടെ ഈ പരിശീലനത്തിനടക്കം നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്നത്. നിരവധി കുട്ടികൾ എല്ലാ വർഷക്കാലവും ഇവിടെ നീന്തൽ പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വളരെ ചെറിയ കുട്ടികൾ തന്നെ ഭയമില്ലാതെ അവർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിനും ഈ നമുക്കറിയാം അവധിക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കോതമംഗലത്തടക്കം നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിനകത്ത് ഈ പ്രവർത്തനം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നത് വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. മാനസികമായും ശാരീരികമായും കുട്ടികൾക്ക് ഒരു വ്യായാമം ലഭിക്കുന്നു എന്നതിന് അധികമായി അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് കൂടി ഈ പ്രവർത്തനം കൊണ്ട് നമുക്ക് ഇടയാക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നീന്തൽ പരിശീലന പരിപാടി കുട്ടികൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നും അവർ നന്നായി ആസ്വദിക്കുന്നുണ്ടെന്നും രക്ഷിതാക്കളിൽ ഒരാളായ ഷിജി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ മക്കളെയും കൊണ്ട് ഇവിടെ നീന്തൽ പഠിപ്പിക്കാൻ വരുന്നതാണ്. എനിക്ക് 4 മക്കളാണ്. അവരിൽ 3 പേരും നീന്തൽ പഠിച്ചു. ഇനി കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ളൂ. ഇത് വളരെ നല്ലൊരു പ്രവർത്തനമാണ്. കുഞ്ഞുങ്ങൾക്ക് വെക്കേഷനിൽ എൻജോയ് ചെയ്യാനും ഈ ആവശ്യമില്ലാത്ത മൊബൈലിലൊക്കെ ഒത്തിരി സമയം ചെലവഴിക്കാതെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളിൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുന്നതും ഈ പഠിപ്പിക്കുന്ന ട്രെയിനർ സെൽദോസിനെയൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയുന്നതാണ്. എല്ലാ കുട്ടികളെയും വളരെ കരുതലോടെ അവർ വളരെ നല്ല ഭംഗിയായിട്ട് അവരുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും. കുട്ടികൾക്കാണെങ്കിൽ ഒരു ഭയമില്ല. അവരുടെ കൂടെ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇനി മോളും കൂടെ പഠിച്ചാൽ മതി. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നീന്തൽ പഠിക്കണമെന്ന്. എനിക്കത് പറ്റിയില്ല. പക്ഷെ മക്കൾക്ക് അത് സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഭയം മാറി എവിടെയും നീന്താൻ പറ്റും എന്ന ആത്മവിശ്വാസം ലഭിച്ചെന്ന് പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത അലൻ സിജോ മീഡിയ 60യോട് പറഞ്ഞു. ഇവിടെ വന്നാൽ ചുരുക്ക ദിവസം കൊണ്ട് നീന്താൻ പറ്റും. ഇവിടെയുള്ള രീതികളൊക്കെ വ്യത്യാസമാണ്. കുപ്പിയിട്ടാണ് ഞങ്ങൾ നീന്തുന്നത്. ഇവിടെ വന്ന് നീന്തുന്നത് കൊണ്ട് ഞങ്ങളുടെ ഫോൺ കണ്ടും സമയമൊക്കെ കുറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് നന്നായിട്ട് നീന്തുന്നുണ്ട്. ഇവിടെ വന്ന് പഠിക്കുമ്പോൾ എവിടെ നീന്താനുള്ള ഒരു കരുത്ത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വന്ന് മിക്കവരും നീന്തിയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ളവരും നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോണേ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.